കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വിശുദ്ധാരാധന ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മാവ് ദൈവസഭകളോട് സംസാരിക്കുന്നു. ചെവിയുള്ളവർ അത് കേൾക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ദൈവാത്മാവിൻ്റെ സംസാരം വളരെ പ്രാധാന്യമുള്ളത്. വചനത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ അത് ശ്രവിപ്പാൻ നമ്മൾ നമ്മുടെ ചെവികളെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. സൃഷ്ടാവാം ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. 6-ാം ദിവസത്തിലാണ് ദൈവം മനുഷ്യനെ എന്ത് ചെയ്യുന്നത്? സൃഷ്ടിക്കുന്നത്. 7-ാം ദിവസം ദൈവം സ്വസ്ഥനായി ശബത്തുകളെ ശുദ്ധീകരിപ്പാൻ നിങ്ങൾ ഓർക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തോടുകൂടി ആ സ്വസ്ഥത അനുഭവിപ്പാൻ വിളിക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതിൽ നിന്ന് വേർപെടുത്തി കളയുന്ന പൈശാചിക ശക്തി ഏദൻ തോട്ടം മുതൽ എല്ലാ കാലത്തിലും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്താനുള്ള പദ്ധതികൾ അവൻ ഇടുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം അതിജീവിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തൻ്റെ ജനത്തിൻ്റെ മേൽ പകരപ്പെടുമ്പോൾ ആ പകർച്ച ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വരുവാൻ അവർക്കൊരു വ്യഗ്രതയുണ്ട്. ദൈവസന്നിധിയിലേക്ക് വരുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ആത്മാവിൽ വചനം വെളിപ്പെടുത്തുവാനും വെളിപ്പെടുത്തുന്ന വചനം ആത്മാവിൽ സ്വീകരിപ്പാനും ഉള്ള ഒരു വാഞ്ച ദൈവത്തിൻ്റെ മക്കൾക്ക് ഉണ്ടാകും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുന്നു. ദൈവിക ന്യായവിധി ദൈവം അറിയിക്കാതെ എന്ത് ചെയ്യത്തില്ല, ദൈവം ഒന്നും ചെയ്യത്തില്ല. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ രഹസ്യമായിട്ടല്ല, ദൈവം അത് തൻ്റെ ഭക്തന്മാരോട് ദൈവം എന്ത് ചെയ്യും? അറിയിച്ചിട്ടാണ് ദൈവത്തിൻ്റെ ന്യായവിധികളെ ദൈവം അയക്കുന്നു. ദൈവം ന്യായവിധി അയക്കുമ്പോൾ തന്നെ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടുന്നതിനുള്ള മാർഗങ്ങളും ദൈവം തൻ്റെ ജനത്തോട് അറിയിക്കും. ഈ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ജനത്തെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ഒരു നിത്യത എന്ത് ചെയ്തിരിക്കുന്നു? ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയും നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുകയും അതിനനന്തരം മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന ശ്രേഷ്ഠതയേറിയ വാഗ്ദത്തം ഇനി സംഭവിപ്പാനുള്ളതാണ്. കർത്താവിൻ്റെ വരവിൽ തൻ്റെ ജനത്തെ തന്നോടുകൂടെ ചേർക്കുകയും തുടർന്ന് നമുക്കറിയാം എതിർക്രിസ്തുവിൻ്റെ ഒരു ഭരണകാലം ഈ ഭൂമിയിൽ എന്ത് ചെയ്യും? നടക്കും. അതിനനന്തരം 7 വർഷക്കാലത്തിനനന്തരം കർത്താവ് മധ്യാകാശത്തിൽ ദൈവസഭയെ ചേർക്കാൻ വന്നതുപോലെ തന്നെ തൻ്റെ വിശുദ്ധ ജനവുമായി യെരുശലേമിൽ കർത്താവ് എന്ത് ചെയ്യും? തൻ്റെ ജനവുമായി മടങ്ങി വരും. അതിനും അനന്തരം 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച്, ഈ ഭൂമിയിൽ തന്നെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ 1000 ആണ്ട് വാഴ്ചയ്ക്ക് അനന്തരമാണ് നിത്യമായ സ്വർഗത്തെക്കുറിച്ച്, പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെക്കുറിച്ചും യെരുശലേമിനെ കുറിച്ച്, സിയോനെക്കുറിച്ച്, നിത്യമായി ദൈവത്തോടു കൂടിയുള്ള മനുഷ്യന് ദൈവത്തോടു കൂടിയുള്ള നിത്യമായ വാസത്തെക്കുറിച്ചൊക്കെ നമുക്ക് വചനത്തിൽ നിന്ന് വെളിപ്പെടുത്തി നൽകുന്നു. ദൈവം തൻ്റെ ജനത്തെ നിത്യ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ ദൈവമില്ലാത്ത ജനവും ഇന്ന് നമ്മൾ ഈ കാണുന്ന ഭൂമിയും എല്ലാം മൂലപദാർത്ഥങ്ങൾ കത്തിയഴിഞ്ഞും തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നും നമ്മൾ ദൈവവചനത്തിലൂടെ മനഃപൂർവ്വമായിട്ട് നമ്മൾ അത് എന്ത് ചെയ്യാനുണ്ട്? മനസ്സിലാക്കിയെടുക്കാനുണ്ട്. ഈ കാണുന്നതെല്ലാം തന്നെ ന്യായവിധിക്കായിട്ടുള്ളതാണെന്നുള്ള കാര്യം ദൈവവചനത്തിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കാനുള്ളതാണ്. ഇത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ.
അത് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരുന്നു എന്ന് ദൈവവചനം വ്യക്തമായി നമുക്ക് കാണിക്കുന്നു. ലോകവും അതിൻ്റെ മോഹവും എല്ലാം എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ഇന്ന് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തോടുകൂടെ വാസം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്നാണ് നമ്മുടെ കർത്താവ്, രക്ഷിതാവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വീണ്ടും വരുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം തേജസ്സിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലാവരും നിത്യനായ ദൈവത്തോടുകൂടി വാസം ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കി കാണുന്ന സകല കാര്യത്തെയും ദൈവം എന്ത് ചെയ്യും? ന്യായവിധിച്ച് കളയും. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം അതിൻ്റെ 16 വാക്യം, 17 വാക്യം. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയുമരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ഈ സന്ദർഭം നമുക്കറിയാം. ലോത്തിനെയും ലോത്തിൻ്റെ കുടുംബത്തെയും അബ്രഹാമിനെ ദൈവം മാനിച്ചുകൊണ്ട് അബ്രഹാമിൻ ദൈവസന്നിധിയിൽ അപേക്ഷ കഴിച്ചതുകൊണ്ടും ലോത്തിനെയും കുടുംബത്തെയും സോദോം ഗോമോറ പട്ടണത്തെ ദൈവം ന്യായം വിധിച്ചപ്പോൾ ആ ന്യായവിധിയിൽ നിന്ന് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിപ്പാൻ ദൈവം ദൂതന്മാരെ എന്ത് ചെയ്യുന്നു? അയക്കുന്നു. ദൂതന്മാരെ അയച്ചിട്ട് ഈ ന്യായവിധിയിൽ നിന്ന് ഈ കുടുംബത്തെ രക്ഷിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ലോത്തിനും കുടുംബത്തോടുമുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ലോത്തിനും കുടുംബത്തോടും മാത്രമുള്ള മുന്നറിയിപ്പല്ല, അത് നമ്മളോടുകൂടിയുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ്. സൊദോം ഗൊമോറ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പാർത്തിരുന്ന മനുഷ്യർ അതികഠിന ഹൃദയമുള്ളവരായിരുന്നു. അവരെ സംബന്ധിച്ച് പറയുന്നത് അവർ മഹാദുഷ്ടന്മാരായിരുന്നവരായിരുന്നു. ഉഗ്രന്മാരായിരുന്ന വ്യക്തിജീവിതങ്ങളും വളരെ മ്ലേച്ഛകരമായ പാപ ബലഹീനതകളിൽ അടിമപ്പെട്ട് ലൈംഗിക പാപങ്ങളിലും മറ്റും അവരുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വളരെ മ്ലേച്ഛമായി ജീവിച്ച ഒരു പട്ടണമാണ് സൊദോം ഗൊമോറ പട്ടണം. ആ പട്ടണത്തെ ദൈവം എന്ത് ചെയ്തു? ആകാശത്തിൽ നിന്ന് ഗന്ധകം തീയുമിറക്കി ആ പട്ടണത്തെ ദൈവം ന്യായവിധിച്ചു. ന്യായവിധിച്ചതിനനന്തരം അതേ സ്ഥലത്തിൽ ദൈവം വെള്ളം എന്ത് ചെയ്തു? കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇന്നും ചാവുകടൽ എന്ന് അറിയപ്പെടുന്ന സ്ഥലം, ചാവുകടലിൻ്റെ കീഴിൽ ആയിരുന്ന സ്ഥലം സോദോം ഗോമോറ എന്ന ഒരു പട്ടണമായിരുന്നു. ആ ചാവുകടലിൻ്റെ കീഴ്വശത്തിൽ ഇന്ന് നോക്കിയാലും വളരെ ഘനമേറിയ ചാരം അവിടെ കാണാനായിട്ട് കഴിയും. അതിൻ്റെ പുറത്തിൽ പിന്നെ ജീവജാലങ്ങൾക്കൊന്നും തന്നെ ജീവിക്കാൻ കഴിയാതെ വണ്ണം ദൈവം അവിടെ എന്ത് ചെയ്തു? ഒരു അടയാളമാക്കി വെച്ചു. പിൻവരുന്ന തലമുറ ഇത് കണ്ട് മനസ്സിലാക്കുവാൻ യേശു വിളിച്ചു പറഞ്ഞു, സോദോം ഗോമോറ പട്ടണത്തിലെ പോലെ തന്നെ അന്ത്യകാലമാകും. നോഹയുടെ കാലഘട്ടം പോലെ അന്ത്യകാലം വരും. അവർ സ്വസ്നേഹികളായി, വമ്പ് പറയുന്നവരായും, അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരായി, പാപ മ്ലേച്ഛതയിൽ നിന്ന് മ്ലേച്ഛതയിലേക്ക് എന്ത് ചെയ്യും? പോകും. അഴുക്കാടുന്ന ഒരു വലിയൊരു സമൂഹത്തെ കാണുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, ദൈവത്തിൻ്റെ പരിജ്ഞാനമില്ലാതെ ഭൗമികമായ ആഗ്രഹങ്ങളും ലൗകികമായ ആഗ്രഹങ്ങളും ജഡികമായ മോഹങ്ങളുമായി നടക്കുമ്പോൾ കർത്താവ് വിളിച്ചു പറഞ്ഞു, നോഹയുടെ കാലഘട്ടം പോലെ, സോദോം ഗൊമോറ പട്ടണത്തിൽ സംഭവിച്ച കാര്യം പോലെ
ലോകത്തിൽ അത് നിങ്ങൾ കാണുമ്പോൾ കർത്താവിൻ്റെ വരവാസന്നമാണ്. ന്യായവിധി സംഭവിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നും കർത്താവ് വളരെ വ്യക്തമായി ദൈവജനത്തോട് മുന്നറിയിപ്പുകൾ തരികയാണ്. ലോത്തിനും കുടുംബത്തോടുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നത് ദൂതനാണ്. ദൂതൻ ദൈവം അയച്ച് അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്നത് ഈ 15-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും പട്ടണത്തോടുള്ള അറ്റാച്ച്മെന്റിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഈ മനുഷ്യൻ കഴിയുന്നില്ല. ആ പട്ടണത്തോടൊരു ബന്ധം കിടക്കുകയാണ്. ലോത്തിന്റെ ഹൃദയം പാപികളെ നോക്കിയിട്ട് നൊന്തു വലഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടം വിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന സ്ഥലത്തിലേക്ക് ഇറങ്ങിപ്പോകുവാൻ തക്കവണ്ണം അവൻ്റെ തീരുമാനത്തിന് ശക്തി ലഭിച്ചില്ല. ഇന്നത്തെ കാലഘട്ടത്തിലും ദൈവികമായ വഴിയിലേക്ക് യാത്ര പുറപ്പെട്ടു പൊയ്ക്കൊള്ളുവാൻ ദൈവാലോചനകൾ പറയുമ്പോൾ അതിന് തക്കവണ്ണം ഒരു സമർപ്പണം വേണ്ടതുപോലെ വിശ്വാസ സമൂഹത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ശോധന ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതിയിലാണ്. എന്നാലോ ലോത്തിനെ ദൈവം രക്ഷിക്കേണ്ടുന്നതിന് ദൂതന്മാരെ അവിടെ അയക്കുമ്പോൾ ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി പുറപ്പെട്ടു പോകാൻ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇന്നും ദൈവം സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ദൈവിക ശക്തിയുമായി ദൈവത്തിൻ്റെ സന്ദേശവുമായി അയക്കുന്ന ദൂതന്മാരെ പോലെ ശക്തിയുള്ള ദൈവവേലക്കാരെ കൊണ്ടല്ലാതെ ജനത്തെ ന്യായവിധിയിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. വെറുതെ കയറി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവത്തില്ല. മാനുഷികമായ ശക്തി കൊണ്ട് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. ദൈവം അയച്ച ദൂതന്മാർ തന്നെ ബന്ധപ്പെടുത്തിയിട്ടാണ് ആ പട്ടണത്തിൽ നിന്ന്, ആ അകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, ആ അകൃത്യത്തോടുകൂടി നശിച്ചു പോകാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറയും. അതിൻ്റെ തൊട്ടുമേളത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. ലോത്തിനൊരു ആഗ്രഹം കൂടെ ഉണ്ടായി. പുത്രിമാരെ വിവാഹം ചെയ്യാനുള്ള മരുമക്കളോട് കൂടി ഈ വരാൻ പോകുന്ന ന്യായവിധിയെ പറഞ്ഞിട്ട്, നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി. ഇന്നത്തെ വിഷയം അതാണ്. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചാലോ ന്യായവിധി കുറിച്ച് പ്രസംഗിച്ചാലോ ജനത്തിന് അത് കേൾക്കുമ്പോൾ അതെന്തായിട്ടാണ് തോന്നുന്നത്? കളി പറയുന്നു എന്ന് തോന്നി. ഈ കളി പറയുന്നു എന്ന് തോന്നിയ മരുമക്കൾ ഈ തീയും ഗന്ധവും കത്തുന്ന ഇടത്തിൽ അവർ ചാമ്പലായി. ഈ മരുമക്കൾ പുറപ്പെട്ടില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ന്യായവിധി കളി എന്ന് പറയുന്ന സമൂഹം ഇന്ന് നമ്മൾ കാണുന്ന ഈ സമൂഹമാണ്. തീമോഥെയോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, അന്ത്യകാലത്തിൽ ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, മനുഷ്യർ സ്വസ്നേഹികൾ. ഒന്നാമത് പറയുന്ന ദുർഘടം എന്താണ്? സ്വസ്നേഹികൾ എന്നാണ് ഒന്നാമത് പറയുന്നത്. സ്വസ്നേഹികളും, രണ്ടാമത് പറയുന്നത് ദ്രവ്യാഗ്രഹികളും, വമ്പ് പറയുന്നവരും, അഹങ്കാരികളും, ദൂഷകന്മാരും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, നന്ദി കെട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവരും, ഏഷണിക്കാരും, അജിതേന്ദ്രിയന്മാരും, ഉഗ്രന്മാരും, സൽഗുണദോഷികളും, ദ്രോഹികളും, ധാർഷ്ട്യക്കാരും, നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ. അപ്പോൾ ഇവരാരെ കുറിച്ചാണ് ഈ പറയുന്നത്?
പുറത്തുള്ളവരെ കുറിച്ചല്ലെന്നും, ദൈവത്തെ അറിയുന്ന ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ വിളിക്കുന്നവരെ ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. പുറത്തുള്ളവരുടെ കാര്യമല്ല. അവർ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. കണ്ടോ, ഭൗമികമായ അനുഗ്രഹങ്ങളും നന്മകളും പ്രോസ്പെറിറ്റി ഗോസ്പലിൻ്റെ പുറകെയും മറ്റൊരു യേശുവിൻ്റെ പുറകെ മറ്റൊരു സുവിശേഷത്തിൻ്റെ പുറകെ പോയി ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ഭക്തി ത്യജിച്ച് കളയുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിഞ്ഞിരിക്കുക എന്നാണ് ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഭക്തിയുടെ വേഷമുണ്ട്, അതിൻ്റെ ശക്തിയില്ല. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പൊതുവെ വിചാരിക്കുന്നതാണ്, ഇതൊന്നും സഭയ്ക്കകത്തുള്ള ആൾക്കാരുടെ വിഷയമല്ല, ഇതൊക്കെ സഭയ്ക്ക് പുറത്തുള്ളവരുടെ വിഷയമാണ്. ഈ പറയപ്പെട്ട സ്വഭാവ രീതികളിൽ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പെട്ടിട്ടില്ല. പക്ഷെ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് പുറത്തുള്ളവരുടെ കാര്യമല്ല, ഇത് അകത്തുള്ളവരുടെ കാര്യം. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിച്ചാൽ നീതിമാൻ തന്നെ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ലോത്ത് കുടുംബവും അബ്രഹാം നിമിത്തം പ്രയാസാനെയാണ് എന്ത് ചെയ്യുന്നത്, രക്ഷ പ്രാപിക്കുന്നതെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും സ്ഥിതി എന്താവും? ദൈവത്തെ ഭയപ്പെടുക, ഗൗരവത്തോടുകൂടി ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏറ്റെടുക്കണം, അനുസരിക്കണം. ന്യായവിധി വാതിൽക്കലാണ്. കഷ്ടത്തിന്മേൽ കഷ്ടം, ദുഃഖത്തിന്മേൽ ദുഃഖം പടിവാതിൽക്കലാണ്. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുമ്പോൾ ആ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ, ദൈവം തൻ്റെ ആലോചന അറിയിപ്പാൻ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലൂടെ പുറപ്പെട്ടു പോകാനുള്ള സ്ഥലത്തെക്കുറിച്ച് ഇവിടെ ലോത്തിനോട് പറയുമ്പോൾ ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പുറത്തേക്ക് ലോത്തിനെയും 2 പുത്രിമാരെയും ഭാര്യയെയും പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിൻ്റെ 16-ാം വാക്യത്തിൽ അവൻ താമസിച്ചപ്പോൾ, കണ്ടോ, ഈ താമസിക്കുന്ന ഒരു കാര്യം എന്ത് ചെയ്യുന്നു അവിടെ പറയുന്നു. പുറപ്പെട്ടു പോകാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല, താമസിക്കുക. പ്രിയമുള്ളവരെ, താമസിക്കരുത്. കർത്താവിൻ്റെ വരവ് താമസിക്കയില്ല. തക്ക സമയത്തിൽ ആഹാരം കൊടുക്കേണ്ടുന്നതിന് ആക്കി വച്ചിരിക്കുന്ന വേലക്കാർ, തക്ക സമയത്തിൽ ആവശ്യമായിരിക്കുന്ന വചനത്തെ ജനത്തിന് എന്ത് ചെയ്യണം, കൊടുക്കണം. നിങ്ങൾ തലകളെ ഉയർത്തി എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം. നിങ്ങൾ കാലങ്ങൾ എന്ത് ചെയ്യണം. ഒരു കൃഷിക്കാരൻ കാലങ്ങൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരും തലകളെ ഉയർത്തി എന്ത് ചെയ്യണം, നോക്കണം. കർത്താവിൻ്റെ വരവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരാൻ പോകുന്ന ശിക്ഷാവിധിയിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് ജനം രക്ഷ പ്രാപിക്കേണ്ടുന്നതിന്, അവർ ജീവരക്ഷ പ്രാപിക്കേണ്ടുന്നതിന് ഓടിപ്പോകാനുള്ള സ്ഥലം എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഹല്ലേലൂയ, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ, കണ്ടോ, വൈകിയപ്പോഴും ദൈവത്തിൻ്റെ കരുണ എന്ത് ചെയ്തില്ല, മാറിപ്പോകാത്തത് കൊണ്ട്, ലോത്തിനോടുള്ള ദൈവത്തിൻ്റെ കരുണ മാറിപ്പോകാത്തത് കൊണ്ട് അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി. അല്ലാതെ ഇവരെന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. വിളിച്ചു പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല, പോകുന്നില്ല. ന്യായവിധിയെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞു ബോധ്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. കർത്താവിൻ്റെ കരുണ ഉണ്ടായതുകൊണ്ട് കൈക്ക് പിടിച്ച് വലിച്ചിറങ്ങി. ഗ്ലോറി ടു ഗോഡ്. ഈ അന്ത്യനാളുകളിലും ജനം ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൂതന്റെ ശക്തിയോടുകൂടി തന്നെ എന്ത് ചെയ്യണം, ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാർ എഴുന്നേറ്റ് വരാതെ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കാൻ സാധ്യമല്ല. കൈക്ക് പിടിച്ച് വലിച്ചിറക്കി. എന്നിട്ട് പറയുന്നത്, അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം ദൂതൻ പറയുകയാണ്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക. സുരക്ഷിത സ്ഥലത്തിൽ ഓടിപ്പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവരക്ഷ. പദം വ്യക്തമാണ്. ജീവിതരക്ഷയല്ല, ജീവരക്ഷ. ഹല്ലേലൂയ. ഇന്ന് ആൾക്കാർ ഓടുന്നത് എന്തിനാണ്? ജീവിതരക്ഷയാണ്.
ഇവിടെ പറയുന്ന പദം എന്താണ്? ജീവരക്ഷ, ആത്മരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകണം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പുറകോട്ട് എന്ത് ചെയ്യരുത്? നോക്കരുത്. ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം. ഹല്ലേലൂയ. പർവ്വതം നമുക്ക് കാണാൻ കഴിയുന്നത് സുരക്ഷിത സ്ഥലമാണ്. ദൈവം അബ്രഹാമിന് വെളിപ്പെടുന്നതും ദൈവം മോശയ്ക്ക് വെളിപ്പെടുന്നതും കർമ്മേലിൽ ഏലിയാവിന് വെളിപ്പെടുന്നതും ഹോരേബ് പർവ്വതത്തിൽ മോശയ്ക്ക് ദൈവം വീണ്ടും എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നതും ഇസ്രായേൽ മക്കൾക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ തൻ്റെ ഭക്തനായ മോശയ്ക്ക് ദൈവം എന്ത് ചെയ്യുന്നു? പ്രമാണം കൊടുക്കേണ്ടുന്നതിന് സീനായിൽ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നു. എല്ലാ മലകളിലാണ്. പർവ്വതത്തിലേക്ക് എന്ത് ചെയ്യണം? ഓടിപ്പോകണം. പ്രിയമുള്ളവർ, ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഈ പർവ്വതങ്ങളെല്ലാം വളരെ ഉയരം കൊണ്ട് ഉന്നതിയുള്ള ഇടമാണ്. എന്നാൽ പുതിയ നിയമസഭയിലായിരിക്കുന്ന നമുക്കോ എങ്ങും നമ്മൾ ഭൗമികമായ ശരീരം കൊണ്ട് എങ്ങും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓടേണ്ട ആവശ്യമില്ല. ഉയരത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു മലയാണ് ഗോൽഗോഥ മല. നിങ്ങൾ ജീവരക്ഷയ്ക്കായിട്ട് ഓടേണ്ടുന്നത് വിശ്വാസത്താൽ ഗോൽഗോഥ മലയിലേക്ക്, ആ കുന്നിലേക്ക് നിങ്ങൾ ഓടിക്കയറുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആത്മാവിൻ്റെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണാൻ കഴിയും. ആത്മരക്ഷയ്ക്കായിട്ട് ഓടുന്നവർ ഗോൽഗോഥയിലേക്ക് എന്ത് ചെയ്യണം? ഓടണം. ഹല്ലേലൂയ. ജീവരക്ഷ പ്രാപിപ്പാൻ മറ്റു വേറെ മാർഗമില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ മാർഗമില്ല. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഏകരക്ഷാ പദ്ധതിയാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ വർണ്ണമില്ല, വർഗമില്ല. ഇന്ന ജാതിക്ക് വേണ്ടിയിട്ടാണെന്നോ ഇന്ന വിശ്വാസ സമുദായത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്നോ അല്ല പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യമായി നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ പരസ്യമായി നിർത്തിയിരിക്കുമ്പോൾ ജീവരക്ഷ, ആത്മാവിൻ്റെ രക്ഷ, പ്രാണന്റെ രക്ഷ, ആത്മാവിൻ്റെ മോക്ഷം പ്രാപിക്കണമെങ്കിൽ ഇരിക്കുന്നിടത്ത് ലഭിക്കത്തില്ല. ഗോൽഗോഥയിലേക്ക് നീ ആത്മാവിൽ വിശ്വാസത്താൽ നീ ഓടിയേ മതിയാവത്തും. ആ ക്രൂസിന്റെ ചുവടിൽ നീ വിശ്വാസത്താൽ ഓടി നിന്റെ രക്ഷ നീ എന്ത് ചെയ്യണം? പ്രാപിച്ചേ മതിയാവത്തും. ഹല്ലേലൂയ. മോശെ ഫറവോനെ ഭയന്നിട്ട് മിദ്യാനിലേക്ക് എന്ത് ചെയ്തു? ഓടിപ്പോയി. ആടുകളെ ആ മരുഭൂമിക്കപ്പുറത്തേക്ക് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് പർവ്വതം വരെ എന്ത് ചെയ്തു? കൊണ്ടുപോയി. നേതൃത്വം അന്ന് മോശയ്ക്ക് എന്ത് ചെയ്തിരുന്നില്ല? ലഭിച്ചിരുന്നില്ല. നേതൃത്വം ലഭിക്കാതിരുന്ന മോശ തനിക്ക് ലഭിച്ച ദൗത്യം എന്തായിരുന്നു? ആടുകളെ എന്ത് ചെയ്യുക? മേയ്ക്കുക. എന്നാൽ തനിക്കൊരു നിയോഗമുണ്ടായിട്ടാണ് എന്ത് ചെയ്തത്? താൻ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ദൈവം എന്നെ ഇസ്രായേൽ മക്കൾക്കും മിസ്രൈമ്യർക്കും ഇടയിൽ ന്യായപാലകനായിട്ട് വച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്തു? തനിക്കൊരു നിരൂപണം ഉണ്ടായിട്ടാണ് മോശ എന്ത് ചെയ്യുന്നത്? അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മിസ്രൈമ്യനും ഒരു ഇസ്രായേലിനും തമ്മിൽ ഒരു തർക്കമുണ്ടായപ്പോൾ മോശ അതിലെന്ത് ചെയ്യുന്നു? ഇടപെടുന്നു. മോശ ഇടപെടുമ്പോൾ മോശയെ സംബന്ധിച്ചിടത്തോളം ഫറവോന്റെ കൊട്ടാരത്തിലെ എല്ലാവിധമായ അഭ്യാസങ്ങളും എന്ത് ചെയ്തു? പഠിച്ചിട്ടുള്ളവനാണ്. വളരെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനൂടെ. മിസ്രൈമിനെ എന്ത് ചെയ്തു? ഒരൊറ്റ അടിക്ക് അവൻ എന്ത് ചെയ്തു? അവൻ പ്രാണനെ വിട്ടു. അപ്പോൾ നിരൂപണത്തിലെ ശുശ്രൂഷ എന്ത് ചെയ്തു? ചെയ്തപ്പോൾ ഒരു വ്യക്തി അവിടെ എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഇതിനിടയിൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ നിരൂപണങ്ങളിൽ നിന്ന് എന്ത് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ ആത്മാവ് ജീവരക്ഷ പ്രാപിക്കുന്നതിന് പകരം ആത്മാവ് മരണപ്പെടും. അപ്പോൾ മോശ അവിടെ നിന്ന് ഫറവോനെ ഭയന്നിട്ട് എന്ത് ചെയ്തു? അല്ലെങ്കിൽ മിദ്യാനിലേക്ക് എന്ത് ചെയ്തു? ഓടിപ്പോകുകയാണ്.
എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 24-ാം വാക്യം, വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. കണ്ടോ, മോശെ വിശ്വാസത്താൽ വളർന്നപ്പോൾ, വിശ്വാസത്താൽ വളർച്ച ലഭിച്ചാൽ സംഭവിക്കുന്ന കാര്യമെന്നാണ്, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ബോധമുണ്ടായി. പാപത്തിന്റെ തൽക്കാല ഭോഗമല്ല വലുത്. വളർച്ച എന്ന് പറഞ്ഞാൽ ബോധ്യമുണ്ടാവും. എന്ത് ബോധ്യം? പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുക്കുന്നതാണ് ആത്മീയ വളർച്ചയുടെ ലക്ഷണം. ഹല്ലേലൂയ. 25-ാമത്തെ വാക്യത്തിൽ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള സ്ഥാനപ്പേർ. ദൈവത്തിന്റെ മക്കൾ മിസ്രൈം പുത്രിമാരല്ല. മോശ എന്ത് ചെയ്തു? ആ കാലത്തിൽ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള സ്ഥാനപ്പേർ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. മിസ്രൈം പുത്രത്വം എന്ത് ചെയ്യണം? ദൈവമക്കൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കാൻ കഴിയണം. അതാണ് ആത്മീയ വളർച്ച. മിസ്രൈം പുത്രത്വം എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. രണ്ടാമത് പറഞ്ഞ എന്താണ്? മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ, ഫറവോന്റെ കൊട്ടാരത്തിലെ നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ നിക്ഷേപം ലോകത്തിൽ അന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അതിനകത്ത് കിടന്ന ആളാണ് ആര്? മോശ. വിശ്വാസത്താൽ താൻ വളർന്നപ്പോൾ പുത്രത്വം എന്ത് ചെയ്തു? നിഷേധിച്ചു. പുത്രത്വം, ഹല്ലേലൂയ. ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പുത്രത്വം എന്താണ്? പുത്രത്വത്തിൻ ആത്മാവിനാൽ ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുമ്പോൾ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ബോധ്യമുണ്ടെങ്കിൽ മിസ്രൈമിയ പുത്രത്വം എന്ത് ചെയ്യാൻ കഴിയണം? ഉപേക്ഷിക്കാൻ കഴിയണം. ഹല്ലേലൂയ. മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്ന് എന്ത് ചെയ്യാൻ കഴിയണം? എണ്ണാൻ കഴിയണം. അങ്ങനെ ആത്മീയ വളർച്ചയുടെ പക്വതയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തിട്ടും മുമ്പിലോട്ട് പോകുമ്പോൾ നിരൂപണങ്ങളിലെ ശുശ്രൂഷയാണ് പ്രാരംഭത്തിൽ മോശയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ ആടുകളെയും അവിടെ നിന്ന് ഓടി പോയിട്ട് ആടുകളെ മേയ്ക്കുന്ന ഒരു ദൗത്യം എന്ത് ചെയ്തു. അങ്ങനെ ഈ ആടുകളെ മരുഭൂമിക്കപ്പുറത്തേക്ക് എന്ത് ചെയ്തു? അക്ഷരാർത്ഥത്തിൽ മരുഭൂമിക്കപ്പുറത്തേക്ക് ആടുകളെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഹോരേബ് പർവ്വതത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? മുൾപ്പടർപ്പിൽ സംസാരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, മിസ്രൈമിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചാൽ മരുഭൂമി ക്രോസ് ചെയ്ത് അപ്പുറത്ത് ആടുകളുമായിട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിന്റെ മഹത്വം ഇടയനും കാണില്ല, വിശ്വാസികളും കാണില്ല. എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ന്യായവിധിയിൽ നിന്ന് എന്ത് ചെയ്യാനുണ്ട്? തെറ്റി ഒഴിയാനുണ്ട്. മനുഷ്യന് ഏറ്റവും ഭയാനകരമായ ന്യായവിധി എന്തെന്ന് ചോദിച്ചാൽ രണ്ടാം മരണം എന്ന ന്യായവിധിയാണ്. മനുഷ്യൻ്റെ ആത്മാവ് നിത്യമായ നരകത്തിലേക്ക് പോയാൽ അതിനെയാണ് രണ്ടാം മരണം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുക. ഇനി ഏത് മരുഭൂമിയെ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ഗ്ലോറി ടു ഗോഡ്. പർവ്വതത്തിലേക്ക് എന്ത് ചെയ്യണം? അവിടെ അന്ന് ഹോരേബ് പർവ്വതത്തിൽ ദൈവം മുൾപ്പടർപ്പിൽ എന്ത് ചെയ്തു? സംസാരിക്കുന്നു. ഇന്ന് പുതിയ നിയമസഭയിൽ ദൈവം ഗോൽഗോഥ മലയിൽ രക്ഷയുടെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അവിടേക്ക് ഓടിപ്പോകാതെ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. അബ്രഹാമിന് ദർശനം ഉണ്ടായി, അബ്രഹാമിന് വിളിയുണ്ടായി, കാഴ്ചപ്പാട് ദൈവം കൊടുത്തു. അബ്രഹാം പുറപ്പെട്ടു, കൂട്ടത്തിൽ ആരും കൂടെ പുറപ്പെട്ടു, ലോത്തും പുറപ്പെട്ടു. പക്ഷെ യാത്ര മുന്നോട്ട് പോയപ്പോൾ ദേശം മിസ്രൈമിയ ദേശം പോലെ സൊദോം ഗൊമോറ പട്ടണത്തെ ലോത്ത് എന്ത് ചെയ്തു? കണ്ടു. ലോത്ത് സ്വയം ഇഷ്ടപ്രകാരം സൊദോം ഗൊമോറ പട്ടണത്തെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്ത് അബ്രഹാമിൽ നിന്ന് പിരിഞ്ഞു പോയ. അബ്രഹാമോ വരണ്ട ഉണങ്ങിയ പ്രയാണത്തിലേക്ക് അബ്രഹാം എന്ത് ചെയ്യുന്നു? അബ്രഹാമും പോവുകയാണ്.
എന്നാൽ പിൽക്കാലത്തിൽ ഈ മിശ്രൈമ്യമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന പട്ടണം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വേണ്ടിയിട്ടുള്ള അനുഭവത്തിലേക്ക് ജനം എന്ത് ചെയ്തു? മാറ്റപ്പെടുന്നു. അവിടുത്തെ പാപം അതികഠിനമായിരുന്നു. അവിടെ ദൈവം ന്യായവിധിക്കുമെന്നുള്ള രഹസ്യം ദൂതന്മാർ നിമിത്തം അബ്രഹാമിന് ദൈവം എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ അവസാനമാ വാദം, ഒരു നീതിമാനുണ്ടെങ്കിൽ ദൈവം ആ പട്ടണത്തെ ന്യായവിധിയിൽ നിന്ന് എന്ത് ചെയ്യും? രക്ഷിക്കുമെന്ന് ദൈവം വാദിക്കുക. ഹല്ലേലൂയ. ഈ സർവ്വലോകവും ദൈവം രക്ഷിക്കുവാൻ തക്കവണ്ണം നീതിമാനായ ഒരുവനെ ഗോൽഗോഥാ മലയിൽ എന്ത് ചെയ്തു? നാട്ടി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായിത്തീരും. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ കർത്താവിനെ ഉയർത്തിയിരിക്കുമ്പോൾ ജീവരക്ഷയ്ക്കായി ഗോൽഗോഥയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? വിശ്വാസത്താൽ ഓടിക്കയറാനുണ്ട്. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും ഇതുപോലുള്ള അതികഠിനമായ ഹൃദയമുള്ളവരും മഹാദുഷ്ടന്മാരും ഉഗ്രന്മാരും പാപികളുമായിട്ടുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യും? ലോകം നിറയും. നമ്മളുടെ പട്ടണത്തിൽ പോലും നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, ഓരോ ദിവസത്തെയും വാർത്തകൾ നല്ല വാർത്തകളല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിലൊരു വാർത്ത കണ്ട, ഒരു മകൻ അവൻ്റെ അപ്പനെയും അമ്മയെയും ഒറ്റ ദിവസത്തിൽ വെട്ടിക്കൊന്നു. നല്ല വാർത്തയാണോ? എത്രത്തോളം പാപമ്ലേച്ഛതകളിലാണ് ജനം എന്ത് ചെയ്യുന്നത്? പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലൈംഗിക പാപമ്ലേച്ഛതകളിലേക്ക് എന്ത് ചെയ്യുന്നു? ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരമുള്ള പാപമോചനത്തെക്കുറിച്ച് ദൈവസഭയും സഭയിലെ വിശ്വാസികളും ക്രൂശിന്റെ വചനത്തെക്കുറിച്ച് വിളിച്ചറിയിക്കാതെ, അബ്രഹാം നിമിത്തം ഒരു മധ്യസ്ഥത ഉണ്ടായതുകൊണ്ട് ലോത്തും കുടുംബവും രക്ഷ പ്രാപിച്ചു. ദൈവം അയച്ച ദൂതന്മാർ നിമിത്തം ലോത്തും കുടുംബവും എന്ത് ചെയ്യുന്നു? രക്ഷ പ്രാപിക്കുന്നു. എന്നാൽ നമുക്ക് അറിയാം, മുൻപിലേക്ക് ഓടുമ്പോൾ ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു? പുറകിലോട്ട് തിരിഞ്ഞു നോക്കുകയാണ്. ശരീരം കൊണ്ട് എന്ത് ചെയ്തു? മുമ്പിലോട്ട് ഓടി. മുഖം എങ്ങോട്ട് തിരിഞ്ഞിരുന്നു? പുറകിലോട്ട്, ലോകത്തിലേക്ക്. ശരീരം കൊണ്ട് ദൈവത്തിൻ്റെ സഭയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. മുഖം ദൈവത്തിങ്കിലേക്ക് തന്നെ ആയിരിക്കണം. നമ്മുടെ ആത്മാവിൻ്റെ മുഖം ദൈവത്തിങ്കിലേക്കായിരിക്കണം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും? ഉപ്പുതൂണായി പോകും, ചലനമറ്റതായി, ജീവനറ്റതായി. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായിട്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ. കൈക്ക് പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഓടുന്നത്. ഈ ഓടുന്ന ഓട്ടത്തിൽ ലോത്തിന്റെ കയ്യിൽ ഒരു പരിവരുപ്പ് എന്ത് ചെയ്തു? അനുഭവിക്കുകയാണ്. ആ പരിവരുപ്പ് അനുഭവിക്കുക. ആ പരിവരുപ്പിൽ അവിടെ നിന്ന് എന്ത് ചെയ്തു? സ്റ്റക്കായി നിൽക്കുകയാണ്, വരുന്നില്ല. താനും കൂടെ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? താനും ഉപ്പ് തൂണായിട്ട് അവിടെ എന്ത് ചെയ്തേനെ? മാറിയേനെ. രണ്ടുപേർ കിടക്കയിൽ കിടക്കും, ഒരാൾ എന്ത് ചെയ്യും? എടുക്കപ്പെടും. രണ്ടുപേർ തിരിക്കലിൽ എന്ത് ചെയ്യും? ആയിരിക്കും, ഒരാൾ എന്ത് ചെയ്യും? എടുക്കപ്പെടും. രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ കൈവിടപ്പെടും, ഒരാൾ എടുക്കപ്പെടും. കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ ആയിരിക്കും. നിങ്ങൾ കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരിപ്പിന്ന, നിങ്ങൾ ഒരുങ്ങിയിരിപ്പിന്ന. കർത്താവിൻ്റെ വരവ് ഏത് സമയത്തും എന്ത് ചെയ്യും? ആകാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ നിർമ്മിച്ച, സൃഷ്ടിച്ച, തൻ്റെ സ്വരൂപത്തോടും തൻ്റെ ഛായയ്ക്കും അനുരൂപമായി സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ ആസ്തിത്വത്തെ പോലും എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആയിത്തീരുകയാണ്. ദൈവത്തെ ഭയമില്ലാത്ത ഒരു തലമുറയായി മാറുമ്പോൾ ഇവിടെ ലോത്തിനോട് പറയുന്നു, ഈ തലമുറയുടെ നടുവിൽ നിന്ന് ആത്മരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകാം. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവസഭയിലേക്ക് ദൈവത്തിൻ്റെ ജനം എന്ത് ചെയ്യണം? ഓടി വരണം. ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ദൈവജനം എന്ത് ചെയ്യണം?
ഓടി വരണം. ഹല്ലേലൂയ. വചനത്തിലൂടെ നമുക്ക് ജീവരക്ഷ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ശരീരം കൊണ്ട് നമ്മൾ ഓടിയാൽ 80 വയസ്സ് വരെ അങ്ങ് അറ്റം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഓർത്തുകൊള്ളണം പ്രിയമുള്ളവരെ, ഗർഭസ്ഥ ശിശുക്കൾ ഉദരത്തിലിരുന്ന് തന്നെ മരണപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിലേക്ക് ചാപിള്ളയായിട്ട് ജനിച്ചു വരുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും ഇത്ര വയസ്സൊക്കെ എന്ത് ചെയ്തത്? തികച്ചത്. ഇനി ഓടിയാൽ എത്ര കാലം ഓടും? ഈ ശരീരം കൊണ്ട് ഓടിയാൽ എത്ര കാലം ഓടും? എന്നാൽ ദൈവമോ ഇതിനുള്ളിൽ ഒരു ജീവനെ വെച്ചിട്ടുണ്ട്, ആത്മാവിനെ വെച്ചിട്ടുണ്ട്. അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? അത് മരിക്കുന്നില്ല. ഒന്നുകിൽ നിത്യമായ സ്വർഗം, അല്ലെങ്കിൽ നിത്യമായ നരകം. മറ്റൊരുവനിലും രക്ഷ പ്രാപിക്കാൻ വേറെ മാർഗമില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ നാമമില്ല. ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകാം. ദൈവത്തിന്റെ ആലോചനയാണ്. ഗോൽഗോഥയിലേക്ക് നീ ഓടിപ്പോകാം. എല്ലാവർക്കും പ്രസംഗിക്കാൻ, കർമ്മേല് പ്രസംഗിക്കാൻ എല്ലാവർക്കും വലിയ പ്രിയമാണ്. സിയോനെ പ്രസംഗിക്കാൻ വലിയ പ്രിയമാണ്. ഹെബ്രോനെ പ്രസംഗിക്കാൻ പ്രിയമാണ്. ഹോരേബ് പ്രസംഗിക്കാൻ പ്രിയമാണ്. സീനായ് മല പ്രസംഗിക്കാൻ പ്രിയമാണ്. ഹല്ലേലൂയ. ഗോൽഗോഥ പ്രസംഗിക്കണം. ഗോൽഗോഥയിൽ ഓടിപ്പോകാത്ത പക്ഷം, അവന്റെ പാദപീഠത്തിലേക്ക് വീഴാത്ത പക്ഷം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത പ്രാപിക്കാത്ത പക്ഷം ന്യായവിധിയിലേക്ക് പോകും. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം പിശാച് അവിശ്വാസികളുടെ മനസ്സിന് എന്ത് ചെയ്യും? കുരുടാക്കും. ആത്മീയ മയക്കമുണ്ടാകും. ഇരുളിൽ നിന്ന് വെളിച്ചമുണ്ടാക്കിയ ദൈവത്തെ അറിയണം. അവന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തെ വിളങ്ങിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം തന്റെ ശുശ്രൂഷക്കാരിൽ അവരുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമാണ് ക്രിസ്തു. അതിന്ന് സഭയിൽ തന്റെ വിശുദ്ധന്മാർ മുഖാന്തരം അത് വെളിപ്പെടുത്തും. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവരാജ്യം ബലാത്കാരം ചെയ്യണം. സോദോം ഗോമോറ പട്ടണത്തിൽ എത്ര പേര് രക്ഷപ്പെട്ടുള്ളൂ? 3 പേര്. മരുമക്കളെ വിളിച്ചവർ വന്നില്ല. ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു? പിന്മാറിപ്പോയി. ശരീരം കൊണ്ട് മുമ്പിലോട്ടും മുഖം കൊണ്ട് പുറകിലോട്ടും, ആത്മാവ് പുറകിൽ. ശരീരം മുമ്പിൽ വന്നിട്ട് കാര്യമില്ല. ശരീരത്തെ ഓവർടേക്ക് ചെയ്ത് ആത്മാവ് പുറത്തു വരണം. ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ പുറത്തു വരണം. പുതുമനുഷ്യൻ പുറത്തു വരാത്ത പക്ഷം പഴയ മനുഷ്യൻ എന്ത് ചെയ്യും? ശക്തി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഉള്ളിൽ ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നു. ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം നമ്മൾ പ്രാപിക്കണം. പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ എന്ത് ചെയ്യണം? നമ്മൾ പുറത്ത് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ആ പുതു മനുഷ്യനാൽ, പുതുശക്തിയാൽ ജീവരക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണം? ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഓടണം. ഹല്ലേലൂയ. കാൽവറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓടിപ്പോകണം. ഹല്ലേലൂയ. അവരുടെ പാപങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? സൊദോം ഗൊമോറ പട്ടണത്തിലെ പാപങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഓഹരിക്കാരാകരുത്. അവരുടെ മേലുള്ള ശിക്ഷാവിധിക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഓഹരിക്കാരാകരുത്. വിട്ടുപോരുവേൻ. സകലത്തെയും വിട്ടുപോരുവേൻ. അശുദ്ധമായതൊന്നും എന്ത് ചെയ്യരുത്? തുടരുത്. ദൈവത്തിന്റെ ആലയത്തിലെ മാനപാത്രങ്ങൾ, ലോകത്തിന്റെ പാപമിളച്ചതയുടെ അശുദ്ധമായതൊന്നും എന്ത് ചെയ്യരുത്? തുടരുത്. ഹല്ലേലൂയ. മലിനാത്മാക്കൾ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? പട്ടണം നിറഞ്ഞിരിക്കുക. എല്ലാ മനസ്സിലെ ചിത്തഭ്രമം ഉണ്ടാകുന്നത് പോലെ മലിനതകൾ കൊണ്ട് നിറച്ച് എപ്പോഴും ഈ പറയപ്പെട്ടതുപോലുള്ള മലിനമായ കാര്യങ്ങളുമായിട്ട് ജനം എന്ത് ചെയ്യാണ്? കിടക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, അവരുടെ പാപങ്ങളും തന്നിമിത്തമുണ്ടായ ന്യായവിധിയിലും നിങ്ങൾ ഓഹരിക്കാരാകാതിരിക്കേണ്ടുന്നതിന് ഈ പറയപ്പെട്ട സകലത്തെയും എന്ത് ചെയ്യണം? വിട്ടുപോരണം. ഹല്ലേലൂയ. അശുദ്ധമായതൊന്നും എന്ത് ചെയ്യരുത്? തുടരുതെന്ന ദൈവത്തിന്റെ വചനം യെശയ്യാ 52:11 വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും.
ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പോൾ 16-17 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ബോധ്യമുണ്ടോ? അകത്ത് എന്ത് പാടില്ല? വിഗ്രഹം പാടില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ടോ? അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. ദൈവത്തിൻ്റെ സഭ വേർപെട്ടിരിക്കാനുള്ള സ്ഥലമാണ്. ദൈവത്തിൻ്റെ സഭ എന്നേക്കുമായി നിത്യതയിൽ ഈ ഭൂമിയിൽ നിന്ന് ചേർക്കപ്പെടുവാനുള്ളതാണ്. മണവാട്ടി സഭയെ ദൈവം എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ ചേർക്കുവാനുള്ള ഇടമാണ്. ചേർക്കുവാനുള്ള ഇടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വേർപെട്ടിരിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് വേർപെട്ടിരിക്കണം? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട്, ജീവനുള്ള ദൈവം ന്യായവിധിക്കുന്ന ദൈവമായതുകൊണ്ട്, ന്യായവിധിയിൽ നിന്ന് സംരക്ഷണപ്പെടാനുള്ള നോഹയുടെ കാലഘട്ടത്തിലെ പെട്ടകമെന്ന പോലെ ഈ അന്ത്യനാളുകളിൽ ദൈവം സംരക്ഷണ ചെയ്യുന്ന ഒരു പെട്ടകമുണ്ട്. അത് ദൈവത്തിൻ്റെ സഭയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിൻ്റെ നന്മ പറഞ്ഞാലോ, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞാലോ, ഭൗമികമായ വിഷയങ്ങൾ പറഞ്ഞാലോ, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും എന്ത് ചെയ്യരുത്? തുടരുത്, വിട്ടുപോരുവിന്നാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. കണ്ടോ, അവിടെ പറയുന്ന ആ ഊന്നൽ കൊടുക്കുന്ന വാക്കുണ്ടോ? എന്നാൽ ഇത്രയും കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എനിക്ക് ആരാകും? പുത്രന്മാരും പുത്രിമാരുമാകും. ഹല്ലേലൂയ എന്ന് സർവശക്തനായ കർത്താവ് എന്ത് ചെയ്യുന്നു? അരുളി ചെയ്യുകയാണ്. അതുകൊണ്ട് ഓടിപ്പോകാന്ന് പറഞ്ഞാൽ നമ്മളെ അക്ഷരീയമായ കാലുകൊണ്ടുള്ള ഓട്ടമല്ല ഇവിടെ പറയുന്നത്. ഈ പറയപ്പെട്ടതുപോലെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. വിട്ടുപോരണം. പുറകിലോട്ട് എന്ത് ചെയ്യരുത്? നോക്കരുത്. ഹല്ലേലൂയ. പുറകിലോട്ട് നോക്കരുത്. വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ അവർ മടങ്ങിപ്പോകുവാൻ ഇടമുണ്ടായിരുന്നു. വിട്ടുപോകുന്നതിന് എന്ത് ചെയ്യരുത്? ഓർക്കരുത്. പരമവിളിയുടെ ലാക്കിലേക്ക് എന്ത് ചെയ്യണം? ഏതാണ് പരമവിളി? ദൈവത്തോടുകൂടി എന്നേക്കുമായിട്ടുള്ള വാസത്തിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിലൂടെ സുവിശേഷം, ജീവനും അക്ഷയതയുമുള്ള സുവിശേഷ നിമിത്തം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വിശ്വാസത്തിൻ്റെ അന്തമായ ജീവരക്ഷ നീ പ്രാപിക്കും. വിശ്വാസത്തിൻ്റെ അന്തമായ ഭൗമികമായ നന്മയല്ല, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ എന്ത് ചെയ്യും? പ്രാപിക്കുവാൻ തക്കവണ്ണം പരമവിളിയുടെ ലാക്കിലേക്ക് എന്ത് ചെയ്യണം? ഓടണം. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വരാം. 3-ാമത്തെ അധ്യായം 9-ാം വാക്യം മുതൽ ഓടിച്ച് വായിക്കട്ടെ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടുന്നത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടുന്നതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടുന്നതിനും, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം. പൗലോസിന്റെ ആഗ്രഹം എന്താണ്? ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം. നമ്മളുടെ ആഗ്രഹം എന്താണ്? ഹല്ലേലൂയ. മോശ അഹരോനെ മറവ് ചെയ്യുമ്പോൾ, ഭൗമിക ശരീരം മറവ് ചെയ്യുമ്പോൾ അവിടെ എടുത്തുന്നയിക്കുന്ന ഒരു വാക്യമുണ്ട്. ദൈവമേ, നീ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കും,
മനുഷ്യപുത്രന്മാരെ ഇവിടെ കയറി വരുവിൻ എന്നും നീ അരുളി ചെയ്യും. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിലെ വിശ്വാസം എന്താണ്? സ്വന്തം മകനെ യാഗമർപ്പിക്കാൻ പോകുമ്പോൾ യാഗത്തിൽ സംഭവിക്കുന്ന എന്താണ്? മരണമാണ്. യാഗത്തിൽ സംഭവിക്കുന്ന മരണം അബ്രഹാം മുന്നിൽ കാണുമ്പോൾ, ഹൃദയത്തിൽ കാണുമ്പോൾ, ആ കാലത്തിൽ അന്ന് വരെയും മരിച്ചവർ എന്ത് ചെയ്തിട്ടില്ല? ഉയർപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ അബ്രഹാം അത് വിശ്വസിക്കും? ഈ കാലഘട്ടത്തിൽ വിശ്വാസികളോട് മരിച്ചവർക്ക് പുനരുദ്ധാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനത്തിലൂടെ, യേശുക്രിസ്തുവിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? പുനരുദ്ധാനം തെളിയിച്ചു കൊടുക്കാൻ പറ്റും. അന്ന് ആ കാലത്തിൽ അതില്ലാതിരിക്കുമ്പോൾ താൻ വിശ്വസിച്ച ദൈവം ആരുകൂടെ ആണെന്നുള്ള കാര്യം അബ്രഹാമിന് ബോധ്യമുണ്ടായിരുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്ത താൻ വിശ്വസിച്ച ദൈവം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം എന്ത് ചെയ്യണം? പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എന്ത് ചെയ്യുന്നു? എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടർന്നതേ ഉള്ളൂ. ക്രിസ്തുയേശു ആ കാര്യം എന്ത് ചെയ്തു? നിവർത്തിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവവൃക്ഷത്തിന്റെ ഫലം ക്രിസ്തുവിൽ എന്ത് ചെയ്തു? കണ്ടു. ജീവന്റെ ഫലം നമ്മൾ ക്രിസ്തുവിനെ എന്ത് ചെയ്തു? കാണണം. ക്രിസ്തുവിനെ എൻ്റെ ആത്മാവിൻ്റെ ജീവന്റെ ഫലമായിട്ട് നാം കാണുന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞത്, എന്നെ ഉൾക്കൊള്ളുന്നവൻ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എനിക്കും അത് പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടർന്നു. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. എന്നാലോ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദിനായിട്ട് എന്ത് ചെയ്യുന്നു? ഓടുന്നു. ലോത്ത് ജീവരക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു? ഓടുമ്പോൾ ലോത്ത് അവിടെ ഇടയിൽ കയറിയ ഒരു കാര്യം ദൈവത്തോട് തിരിച്ചെന്ത് ചെയ്യാണ്? പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ. ഇന്നത്തെ ആൾക്കാർക്ക് ഒരുപാട് ആലോചന തിരിച്ചെന്ത് ചെയ്യാനുണ്ട്? പറയാനുണ്ട്. എന്താണ്? അങ്ങനെയല്ല. അതെല്ലാ കാലത്തിലും ഉള്ള ഒരു മനുഷ്യന് തിരിച്ച് ദൈവത്തോടുള്ള ഒരു ആലോചനയാണ്. എന്ത്? അങ്ങനെയല്ല, ഞാൻ എന്ത് ചെയ്യാം? കാര്യം എന്ത് ചെയ്യാം? പറഞ്ഞു തരാം. അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ. എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല. ഇതാണ് എക്സ്ക്യൂസ്. ആര് പറഞ്ഞാണ്? ലോത്ത്. പർവ്വതത്തിലേക്ക് ഓടി എത്താൻ എനിക്ക് എന്ത് ചെയ്യത്തില്ല? കഴിയുകയില്ല. പക്ഷെ എനിക്ക് ദോഷം തട്ടി മരണം എന്ത് ചെയ്യും? ഭവിക്കും. ഇതാ ഈ പട്ടണം സമീപമാകും. അടുത്തൊരു ചെറിയ പട്ടണത്തെ അങ്ങോട്ട് ദൈവത്തോട് എന്ത് ചെയ്യുന്നു? ആലോചന പറഞ്ഞു കൊടുത്തിട്ട്, അവിടേക്ക് എനിക്ക് ഓടാം, അത് ചെറിയതുമാകുന്നു, ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറിയതല്ലോ. ലോത്ത് അങ്ങോട്ട് എന്ത് ചെയ്തു? ഓടിപ്പോയി. ലക്ഷ്യസ്ഥാനത്തിലേക്ക് എന്ത് ചെയ്യില്ല? എത്തിയില്ല. തന്നിമിത്തം ലോത്തിന് സംഭവിച്ച കാര്യം നമ്മൾ ഇപ്പൊ പറയണ്ടല്ലോ, അറിയാലോ. മോവാബ്യർ എന്നുള്ള ഒരു ജനം എന്ത് ചെയ്തു? ഉണ്ടായി. ഏറ്റവും നശിച്ച ഒരു ജനം എന്ത് ചെയ്തു? അതിൽ നിന്ന് എന്ത് ചെയ്തു? ഉണ്ടായി. ദൈവം തന്നെ മോവാബ്യരെ കുറിച്ച് എന്ത് ചെയ്തു? പറഞ്ഞതാണ്, 10ാം തലമുറയിലുള്ളവരല്ലാതെ ദൈവികമായ ഒരു കാര്യത്തിനകത്ത് ഇവരെ കൈ തൊടാൻ എന്ത് ചെയ്യത്തില്ല? ദൈവം അനുവദിച്ചില്ല. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ആ ഓടേണ്ടിയ രീതിയിൽ ഓടിയില്ലെങ്കിൽ തലമുറകളെ ബാധിക്കും. ആലോചനയാണ്, ദൂതാണ്. ദൈവം വിളിച്ച വിളി, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ലക്ഷ്യം, പരമവിളിയുടെ ലാക്ക്, അതിലേക്ക് ഓടുവാൻ ദൈവം ആലോചന പറയുകയും ദർശനം തരികയും വചനത്തിൽ നിന്ന് വ്യക്തതയോടെ വെളിപ്പെടുത്തി തരികയും ചെയ്താൽ, വ്യതിയാനമുണ്ടായാൽ, അങ്ങനെയല്ല കർത്താവെ, ഇതാണ് കുറച്ചുകൂടെ സുഗമമായ വഴി എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞാൽ തലമുറകളെ ബാധിക്കും. ശുശ്രൂഷ ചെയ്താൽ അതിൽ നിന്ന് ജനിക്കുന്ന, ആത്മാവിൽ ജനിക്കുന്ന വിശ്വാസികളുടെ തലമുറകളെ എന്ത് ചെയ്യും? ബാധിക്കും. ശുശ്രൂഷക്കാരും ഭയപ്പെടണം, ദൈവമക്കളും എന്ത് ചെയ്യണം? ഭയപ്പെടണം.
ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ട്. പുറകോട്ട് നോക്കരുത്. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ നിനക്ക് കാണിച്ച് തരാനിരിക്കുന്ന ദേശത്തേക്ക് എന്ത് ചെയ്യണം? നീ പോണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ചോദിക്കട്ടെ, ഈ എഴുതപ്പെട്ട് നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന വചനത്തിൽ കാണിപ്പാനിരിക്കുന്നതാണോ നമ്മളെ കയ്യിലിരിക്കുന്നത്? കാണിച്ച് തന്ന ദേശമാണ്. എറ്റേണിറ്റി ദൈവം കാണിച്ചു തന്നില്ലയോ? നിത്യസ്വർഗത്തെക്കുറിച്ച് ദൈവം കാണിച്ചു തന്നില്ലയോ? പുതിയ ആകാശത്തെ, പുതിയ ഭൂമി, പുതിയ യെരുശലേം, സിയോനെ കുറിച്ച് ദൈവം കാണിച്ചു തന്നില്ലയോ? വെള്ള സിംഹാസനം ദൈവം കാണിച്ചു തന്നില്ലയോ? 1000 ആണ്ട് വാഴ്ചയും അതിനപ്പുറത്തേക്കുള്ള സകല കാര്യങ്ങളും, ദൈവവും മനുഷ്യനുമായിട്ടുള്ള നിത്യകൂടാരത്തെക്കുറിച്ച്, എടുക്കപ്പെടുന്ന ദൈവസഭയെക്കുറിച്ച്, മധ്യാകാശത്തിലെ വരവിനെക്കുറിച്ച്, ദൈവികമായ സകല കാര്യങ്ങളും ദൈവം എന്ത് ചെയ്തു? കാണിച്ചു തന്നിട്ടാണ് ഇന്ന് ദൈവജനത്തെ ദൈവം എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. എത്ര പേർ ഇറങ്ങുന്നു? ഇതൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ, എഴുതപ്പെട്ട യാതൊരു പുസ്തകവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിങ്കൽ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുവാൻ അബ്രഹാമിന് ധൈര്യമുണ്ടായി. ഇന്ന് കാണിച്ചു തന്ന ദേശത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുവാൻ വിശ്വാസികൾക്ക് എന്ത് വരുന്നില്ല? പിന്നെ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? കാണിച്ചു തന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ, ഇറങ്ങിപ്പുറപ്പെടുവാൻ കാൽച്ചുവടുകളെ വയ്ക്കാത്ത പക്ഷം നിത്യമായ നരകമെന്ന ഇടത്തിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? പോകേണ്ടി വരും. ഏത് ചൂസ് ചെയ്യും? പ്രിയമുള്ളവരെ, ലൗകികമായ അനുഗ്രഹങ്ങൾ കൊണ്ടൊന്നും നിത്യജീവനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കടക്കാൻ പറ്റില്ല. ശുശ്രൂഷ ചെയ്ത ശുശ്രൂഷക്കാരെ പോലും കർത്താവ് പറഞ്ഞെന്നാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. പിന്നെയാണ് നിന്റെ വിശ്വാസികളെ. ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. പിന്നെ വിശ്വാസികളെ എങ്ങനെ അറിയും? ശുശ്രൂഷക്കാർ ഭയപ്പെടണം. ഹോരേബിലേക്ക് അക്ഷരീയമായ ആടുകളെ കൊണ്ട് അപ്പുറത്തോട്ട് എന്ത് ചെയ്തു? മോശ പോയി. മോശ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം എന്ത് ചെയ്തുള്ളൂ? കണ്ടുള്ളൂ. എങ്കിൽ ഈ മിസ്രൈമ്യമായ സകലത്തിൽ നിന്നും, മിസ്രൈമ്യ പുത്രത്വത്തിൽ നിന്നും, മിസ്രൈമ്യമായ അനുഗ്രഹങ്ങളിൽ നിന്നെല്ലാം ആടുകളുമായിട്ട് ഈ മരുഭൂമി ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുവാൻ ഒരു ഇടയന് കഴിയുന്നുണ്ടെങ്കിൽ, ഇടയൻ മാത്രമല്ല ദൈവത്തിൻ്റെ മഹത്വം കാണുന്നത്, വിശ്വാസികൾക്കും കൂടെ ആ മഹത്വം കാണുവാൻ കഴിയും. നമ്മൾ എന്ത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്? എന്ത് കേൾക്കുമ്പോഴാണ് നമുക്ക് ആത്മാവ് വരുന്നത്? ലൗകികമായ കാര്യം കേൾക്കുമ്പോഴാണ് ആത്മാവ് വരുന്നത്? ഭൗമികമായ കാര്യം കേൾക്കുമ്പോഴാണ് ആത്മാവ് വരുന്നത്? ലൗകികം പ്രസംഗിക്കണമോ ആത്മീയം പ്രസംഗിക്കണമോ? ഭൗമികം പ്രസംഗിക്കണമോ ആത്മീയം പ്രസംഗിക്കണമോ? ജഡത്തിൻ്റെ ആവശ്യങ്ങൾ പ്രസംഗിക്കണമോ ആത്മാവിൻ്റെ ആവശ്യം പ്രസംഗിക്കണമോ? ഭൂമിയിലുള്ളത് പ്രസംഗിക്കണമോ സ്വർഗത്തിലുള്ളത് പ്രസംഗിക്കണമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർക്ക് എന്തുണ്ടായത്? എല്ലാവരെയും രക്തസാക്ഷികളായി മാറിയത്. ഗ്ലോറി ടു ഗോഡ്. സത്യം സത്യമായി തന്നെ എന്ത് ചെയ്തു? വിളിച്ചു പറഞ്ഞു. 100 മേനി ബലം. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെ കാലഘട്ടത്തെ നോക്കി കർത്താവ് പറയും 100 മേനി ബലം. പിന്നത്തേതിലോ അത് 60 എന്ത് ചെയ്തു? കുറഞ്ഞു. വീണ്ടും അതെന്തായി മാറി? 30 എന്ത് ചെയ്തു? കുറഞ്ഞു. യേശു പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയും 30, 60, 100 മേനി എന്ന്. 100 മേനി ഇനി ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയത്തില്ല. 100 മേനി ശുശ്രൂഷ ചെയ്തത് യേശുവിനോടൊപ്പം കൂടെ നടന്ന അപ്പോസ്തലന്മാർ 100 മേനി ശുശ്രൂഷ അവർ ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചു പറഞ്ഞു, അന്ത്യകാലത്തിൽ കർത്താവിൻ്റെ വരവിൽ, മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ചുള്ള വിശ്വാസം കണ്ടെത്തുമോ? അല്ലാതെ അത് കിട്ടും ഇത് കിട്ടും എല്ലാം കിട്ടുമെന്നുള്ള വിശ്വാസം എന്ത് ചെയ്യും? ഉണ്ടാവും. പക്ഷെ യേശുവിൻ്റെ വരവിനെ കുറിച്ചും നിത്യ ന്യായവിധിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന വിശ്വാസം കണ്ടെത്താൻ കഴിയാത്തൊരു കാലം വരും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരിക്കുന്നു, നിന്റെ ദേശത്തെ നീ എന്ത് ചെയ്യണം? വിടണം. വിടാതെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ദേശമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ദേശം, ദേശക്കാർ. രണ്ടാമത് ദൈവം പറഞ്ഞ നിന്റെ ചാർച്ചക്കാരെ എന്ത് ചെയ്യണം? വിടണം. സ്നേഹത്തിന്റെ കരുതലുകളും കൂട്ടായ്മകളും ചാർച്ചക്കാരിൽ നിന്ന് എന്ത് ചെയ്യും? ഉണ്ടാവും.
പിതൃഭവനത്തിൽ സ്നേഹവും വാത്സല്യവും എന്ത് ചെയ്യും? ഉണ്ടാവും. അതിനെ എന്ത് ചെയ്യണം? വിടണം. നമ്മൾ പറയുന്ന അബ്രഹാമിന്റെ ദൈവമെന്ന് നമ്മൾ പറയുന്നു. അബ്രഹാമിന്റെ ദൈവമെന്ന് പറയണമെങ്കിൽ തേരഹിനുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യത്തെ എന്ത് ചെയ്യണം? വിടണം. തേരഹ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിഗ്രഹങ്ങളെ വിറ്റ് ഉപജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തേരഹ്. ദൈവത്തെ നീ അബ്രഹാമിന്റെ ദൈവമെന്ന് വിളിക്കണമെങ്കിൽ സകല വിഗ്രഹങ്ങളെയും എന്ത് ചെയ്യണം? വിട്ട് ഓടുന്നവനായിരിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വിഗ്രഹങ്ങളെ വിട്ടെന്ത് ചെയ്യുവിൻ? ഓടുവിൻ. എങ്കിൽ നിനക്ക് അബ്രഹാമിന്റെ ദൈവം എന്ന് എന്ത് ചെയ്യാം? വിളിക്കാം. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ ദൈവമെന്ന് വിളിക്കണമെങ്കിൽ ഇസ്മായേലിയ സ്വഭാവം എന്ത് ചെയ്യണം? വിടണം. ജഡത്തിൽ ജനിച്ചത് ജഡം, അത് ഇപ്പോഴുള്ള യെരുശലേമിനോട് ഒക്കുന്നു. നിങ്ങളോ മകളിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ മക്കൾ. ഇസ്മായേല്യമായ സകലത്തെയും എന്ത് ചെയ്യണം? ജഡപ്രകാരം ജനിച്ചത് ജഡം. അന്ന് ആത്മപ്രകാരം ജനിച്ചവനെ ജഡപ്രകാരം ജനിച്ചവൻ എന്ത് ചെയ്തു? ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നുണ്ടെങ്കിൽ നീ ഇരിക്കുന്നത് ഇസ്മായേലിയ സ്പിരിറ്റാണ്. നിനക്കെങ്ങനെ ദൈവത്തെ ഇസഹാക്കിന്റെ ദൈവം എന്ന് നീ വിളിക്കും? നീ ആരുടെ ദൈവമാണ്? ഹല്ലേലൂയ. ഇസ്മായേലിയ സ്വഭാവങ്ങൾ വിട്ടുകളയാതെ ഇസഹാക്കിന്റെ ദൈവം എന്ന് വിളിക്കാൻ തീയതില്ല, പറ്റത്തില്ല. യാക്കോബുണ്ട്, ഏശാവുണ്ട്. ഏശാവിന്റെ ദൈവം എന്നാണോ വിളിക്കേണ്ടിയത്? ഏശാവ് എന്താണ്? ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു. ശബത്തിനെ എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കരുത്. ഒരു കല്യാണത്തിൽ ഇല വെട്ടിയിട്ട് ചോറ് വിളമ്പുന്ന ഒരു ഊണിന് വേണ്ടി ഒരു ആരാധന മുടക്കുന്ന വിശ്വാസികൾ ഇന്നില്ലയോ? നീ എങ്ങനെ വിളിക്കും യാക്കോബിന്റെ ദൈവം? പിന്നത്തേതിൽ അവൻ എന്ത് ചെയ്തു? ആ അവകാശം മടക്കി കിട്ടേണ്ടുന്നതിന് കണ്ണുനീരോടുകൂടി ഉറച്ച വിളിയോടുകൂടി എന്ത് ചെയ്തു? അപേക്ഷിച്ചു. ദൈവം അത് തള്ളിക്കളഞ്ഞു. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് വിളിക്കണമെങ്കിൽ ഹല്ലേലൂയ, ഏശാവിനെ തള്ളിക്കളയണം, ഇസ്മായേലിനെ തള്ളിക്കളയണം, തേരഹിനെ തള്ളിക്കളയണം. അതിനുള്ള ആത്മീയ ശക്തി ഉണ്ടെങ്കിൽ നിനക്ക് ചങ്കൂറ്റത്തോടെ ആത്മനിറവിൽ നിനക്ക് പറയാൻ കഴിയും, എൻ്റെ ദൈവം അബ്രഹാമിന്റെ ദൈവമാണ്, എൻ്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവമാണ്, എൻ്റെ ദൈവം യാക്കോബിന്റെ ദൈവമാണ്. അവർ ഇന്നും അവന് ജീവിച്ചിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനുമായവൻ, അവനെ സേവിക്കുന്ന എന്നെ ഒരു നാളിൽ അബ്രഹാമിന്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടതുപോലെ എന്നെയും എന്ത് ചെയ്യും? ദൈവം ചേർത്തുകൊള്ളും. അതിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഓടുന്നത്. പിതൃഭവനത്തെ കൂടെ എന്ത് ചെയ്യണം? വിട്ടുകൊണ്ട് എന്ത് ചെയ്യണം? ഓടണം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ചൈതന്യം, ഗ്ലോറി ടു ഗോഡ്, നമ്മളെ ശരീരത്തിലൂടെ എന്ത് ചെയ്യണം? വെളിപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ നേടാൻ ശ്രമിക്കുന്നവൻ തൻ്റെ ജീവനെ നിത്യ നരകത്തിലേക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തി കളയും. നിത്യതയ്ക്ക് തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ ഈ ലോകത്തിൽ തൻ്റെ ജീവനെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. കളയുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി അവൻ്റെ ജീവൻ എന്ത് ചെയ്യും? നേടും. നമ്മൾ എവിടെയാണ് ജീവനെ കണ്ടെത്തിയിരിക്കുന്നത്? കർത്താവ് ചോദിക്കുകയാണ്, ലോകത്തിൽ തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എവിടെ കളയും? നരകത്തിൽ. തൻ്റെ ജീവനെ നിത്യതയിൽ കണ്ടെത്തിയവൻ അതിനെ നേടും. നിത്യജീവൻ എന്ത് ചെയ്യും? നേടും. നമ്മളുടെ ജീവൻ എന്തിലേക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു? കലപ്പയ്ക്ക് കൈവച്ചിട്ട് എന്ത് ചെയ്യരുത്? പുറകോട്ട് നോക്കരുത്. പുതുമനുഷ്യനെ ധരിക്കാതെ മുൻപിലേക്ക് ഓടാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ലക്ഷ്യത്തിലേക്ക്, ലാക്കിലേക്ക് എന്ത് ചെയ്യണം? ഓടണം. അവിടെ ദൂതൻ പറയാണ്, ഈ പ്രദേശത്തെങ്ങും എന്ത് ചെയ്യരുത്. നീ നിൽക്കുന്ന പ്രദേശം നീ എന്ത് ചെയ്യണം? നീ നോക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്ത് ചെയ്യരുത്? നടക്കരുത്. പാപികളുടെ വഴിയിൽ എങ്ങും എന്ത് ചെയ്യരുത്? നിൽക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. യഹോവയുടെ ന്യായപ്രമാണത്തിങ്കൽ രാപ്പകൽ ധ്യാനിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്തിൽ ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഞാൻ എൻ്റെ ദൈവത്തോട് ഒരു കാര്യമാണ് അപേക്ഷിച്ചിരിക്കുന്നത്, യഹോവയുടെ മനോഹരത്വം എനിക്ക് കാണണം, അവൻ്റെ ആലയത്തിൽ എനിക്കെന്ത് ചെയ്യണം? ധ്യാനിക്കണം. അതാണ് ഞാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തോട് ദാവീദ് കരയുകയാണ്, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യണം?
ഓടിപ്പോകണം. പർവ്വതത്തിലേക്ക് എന്ത് ചെയ്യണം? ഓടിപ്പോകണം. ബിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ഓടിപ്പോകണം. ഹല്ലേലൂയ. യൗവന മോഹങ്ങളെ വിട്ടെന്ത് ചെയ്യണം? ഓടിപ്പോകണം. ദുർനടപ്പ് വിട്ടെന്ത് ചെയ്യണം? ഓടിപ്പോകണം. ജഡത്തിൻ്റെ മോഹങ്ങളെ വിട്ടെന്ത് ചെയ്യണം? ഓടിപ്പോകണം. ദ്രവ്യാഗ്രഹം വിട്ടെന്ത് ചെയ്യണം? ഓടിപ്പോകണം. സത്യം അനുസരിച്ചുകൊണ്ട് ഓടിപ്പോകണം. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ ഗോൽഗോഥയിലേക്ക് ഓടിപ്പോകണം. കർത്താവിനോട് കൂടെ ഇരിപ്പാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഞാൻ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ദൈവവചനത്തിങ്കൽ ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുകയും അവൻ എൻ്റെ സിംഹാസനത്തിൽ എന്ത് ചെയ്യും? ഇരിക്കുകയും ചെയ്യും. അന്ന് ലോത്തിന് ഒരു പർവ്വതത്തിലേക്ക് ഓടിപ്പോകാൻ പറയുമ്പോൾ പുതിയ നിയമസഭയിലെ വിശ്വാസികളോട് ദൈവം വിളിക്കുന്നത്, നീ ഓടേണ്ട രീതിയിൽ ഓടി ഗോൽഗോഥയിലേക്ക് ക്രൂസിലൂടെ ഹല്ലേലൂയ രക്ഷയും നീതീകരണവും കരസ്ഥമാക്കിക്കൊണ്ട് നീ കർത്താവിങ്കലേക്ക് നീ ഓടി വിശുദ്ധീകരണം പ്രാപിച്ച് ഹൃദയവാതിൽ ദൈവത്തിന് തുറന്നു കൊടുത്ത് നീ മുൻപിലേക്ക് ഓടുന്നുണ്ടെങ്കിൽ നിന്റെ ഓട്ടത്തിന്റെ അവസാനത്തിൽ നീ ഒരിടത്ത് ഇരിക്കും. അതെവിടെ ഇരിക്കും? എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കും. ലോത്തോടിയ സ്ഥലത്തിലേക്കല്ല പുതിയ നിയമസഭയിലെ വിശ്വാസികൾ. ദൈവം പറയുന്നു, നീ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കും. പാവപ്പെട്ട നമ്മൾ, ബലഹീനരായ നമ്മളെ, ദോഷികളായിരുന്ന നമ്മളെ കർത്താവ് നമ്മെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കാൻ വിളിക്കുമ്പോൾ അവൻ ഇരിക്കുന്ന ഇടത്തെ അവനെ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ യാത്ര നമ്മൾ ഓടുന്നവരാണെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ നിത്യതയിൽ അവൻ്റെ സിംഹാസനത്തിൽ അവനോടുകൂടെ നമുക്ക് ഇരിക്കാൻ കഴിയുമെന്നുള്ള വാഗ്ദത്തം യേശുക്രിസ്തുവിലൂടെ നമുക്ക് തരുമ്പോൾ നമ്മളുടെ ഓട്ടം, നമ്മുടെ പ്രയത്നം ക്രിസ്തുവിൽ നമ്മൾ ഒന്നുകൂടെ വിചിന്തനം ചെയ്ത് നമ്മുടെ യാത്ര കർത്താവിങ്കിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുവാൻ ഈ വചനങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് നൽകട്ടെ. ആത്മനിറവ് പകരട്ടെ. മുൻപിലേക്ക് ഓടുവാനുള്ള ശക്തി തരട്ടെ. ബാല്യക്കാർ ഇടറി വീഴും. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ കഴുകന്മാരെ പോലെ തേജസ്കരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. ഹല്ലേലൂയ. ലോകത്തിലെ ചില വിഷയങ്ങളിൽ നിന്ന് കഴുകന്മാരെ പോലെ ഉയർന്നിട്ട് കാര്യമൊന്നുമില്ല. കർത്താവിന്റെ വരവിൽ തേജസ്കരണം പ്രാപിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരണമെങ്കിൽ അവന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് അത് പ്രാപിക്കുവാൻ കഴിയും. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മക്കൾ ദൈവവചനത്തിങ്കൽ കാത്തിരുന്ന് ആ മധ്യാകാശത്തിൽ എടുക്കപ്പെടുവാനുള്ള ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുവിൻ? കാത്തിരിക്കുവാൻ. ബാല്യക്കാരെന്ത് ചെയ്യും? ഇടറി വീഴും. യൗവനക്കാരെന്ത് ചെയ്യും? ക്ഷീണിച്ചു പോകും. യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും. തേജസ്കരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് ചിറകടിച്ചുയരുവാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം.